പകൽഗാമിൽ ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് ഒരു മലയാളി അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നതിനിടയിൽ ഈ രണ്ട് തീവ്രവാദികൾ നടന്നു പോകുന്ന അയാളുടെ ക്യാമറ ഫ്രെയിമിൽ പെട്ടുപോയി എന്നുള്ളത് നമ്മൾ അമ്പരപ്പോടെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ചാണ് ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് പറയുന്നത്. ഈ മലയാളി ഇപ്പോൾ NIAക്ക് മൊഴി കൊടുത്തു കഴിഞ്ഞു. ശ്രീജിത്ത് രമേശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ശ്രീനാഥ് പറയൂ. തീർച്ചയായും പൂനെ സ്വദേശിയാണ് ഇദ്ദേഹം. SKN ഈ ആക്രമണം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കശ്മീർ കുടുംബസമേതം സന്ദർശിക്കുന്നത്. ബൈസരൻ വാലി അടക്കം ഈ ആക്രമണം നടന്ന മേഖലകൾ അവരെത്തിയിരുന്നു. അവർ സന്തോഷത്തോടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി. അതിനിടയിൽ കൊച്ചുകുട്ടിയുടെ ഒരു റീൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി ചിത്രീകരിച്ച വീഡിയോ അവരുടെ കൈവശവും ഉണ്ടായിരുന്നു. അതുമായി അവർ തിരിച്ച് നാട്ടിലേക്ക് എത്തി. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 8 ദിവസം കഴിയുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് ഈ ആക്രമികളുടെ ദൃശ്യങ്ങൾ സുരക്ഷാ ഏജൻസികൾ പുറത്തു വിടുകയും ചെയ്തു. ഇവരെ തിരിച്ചറിയാൻ കഴിയുന്നവർ വിവരങ്ങൾ കൈമാറണം എന്നതും ആ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുന്നത്. അതിൽ ഈ ഭീകരരുടെ രണ്ടുപേരുടെ മുഖവും കൃത്യമായി അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു. പിന്നീട് വൈകിയില്ല, വേഗം ബന്ധപ്പെട്ട അധികാരികൾ വിവരം അറിയിക്കുന്നു. ഈ വിവരം NIAയുടെ പക്കലും എത്തുന്നു. ഇന്നലെ ഇപ്പോൾ ശ്രീജിത്തിനെ മുംബൈയിലെ NIA ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ ഒറിജിനൽ പോലീസ് ഈ NIA സംഘം ശേഖരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ മൊഴി, ഇദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കുകയും ചെയ്തു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് NIA ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. NIAയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു ലീഡ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. കാരണം കുറച്ചുകൂടി വ്യക്തതയുള്ള ചിത്രങ്ങൾ കിട്ടുന്നു. മാത്രമല്ല ഈ സംഭവത്തിന് മുമ്പ് തന്നെ ഈ പ്രതികൾ, ഈ ഭീകരവാദികൾ ഈ മേഖലയിൽ എത്തിയിരുന്നു. അവരൊരു അവിടെ ഒരു പരിശോധന, നിരീക്ഷണം നടത്തി എന്ന കാര്യത്തിനൊക്കെ ഒരു സ്ഥിരീകരണമായി മാറുകയാണ് ഈ ദൃശ്യങ്ങൾ. അങ്ങനെ അന്വേഷണത്തിൽ നിർണായകമായി മാറാവുന്ന ഒരു ദൃശ്യങ്ങളാണ് ഒരു മലയാളിയുടെ മൊബൈലിൽ നിന്ന്, ഒരു മലയാളി പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും നിർണായകമായ ഈ ലീഡ് കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്നു. അതേസമയം ശ്രീജിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വലിയൊരു ഭാഗ്യം ആയി മാറുകയാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞായിരുന്നു ഈ സന്ദർശനമെങ്കിൽ ഈ ഭീകരർ ഇപ്പോൾ വെറും കൈയോടെ കൈവീശി നടക്കുന്ന ഈ ഭീകരർ ഒരുപക്ഷെ തോക്കുമായി അദ്ദേഹത്തിൻ്റെ നേർക്ക് പോലും വന്നേനെ. അതുകൊണ്ട് ആ ഒരു അപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നൊരു ആശ്വാസം കൂടി ആ കുടുംബത്തിനുണ്ട്. SKN.